പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. എവിടെയോ ഇരുന്ന് ഒരു ബന്ധവുമില്ലാത്ത ഞാൻ എന്നെ പിടിച്ചതില് ഇങ്ങനൊരു കർത്തവ്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തെട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേള്. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. എപ്പോഴും പറയണ ഡയലോഗ്. അവൾക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. ഇവള് മന്ത്രിയാവുന്ന ഞാൻ ചെറുപ്പത്തിലെ കഥ കേട്ടോ പറയണേ. എന്താ പറയാ, വലിയ വലിയ പ്രവർത്തകര് തന്നെ തൃപ്പൂണിത്തറയുടെ മണ്ണിനെ അറിഞ്ഞ് നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവം. അതും പാർട്ടിയിലെ ഏറ്റവും വലിയ മുഖ്യധാര പ്രവർത്തകരൊക്കെ പറയുമ്പോ ഞാൻ ഇത്രയൊക്കെ കേൾക്കാൻ ഭാഗ്യമുള്ളവളാണോ? ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമാ. ഓരോ BJP-യിലെയും 2020 പ്രവർത്തകര് എന്റെ കുടുംബാംഗങ്ങളെ പോലെ മാറിക്കഴിഞ്ഞു ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. അവർക്ക് വിഷമാണ് ഇനി 4 ദിവസമേ പ്രചരണത്തിനുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷമം. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഞാൻ ഓൾറെഡി ജയിച്ചു നിൽക്കുകയാണ്. ഇത്രയേറെ ജനങ്ങളുള്ള സ്ഥലത്ത് അത് എനിക്ക് വന്ന് ആ ലോട്ട് വീഴണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ജയം ഉറപ്പിച്ചൊരു കാര്യമാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഇത്രയും പേരുടെ സ്നേഹം ഒരേ സമയത്ത് 9-ാം തീയതി വരെ കിട്ടുന്ന അവരുടെ കൈക്കുള്ളിലാണ് ഞാൻ. അവിടെ ഞാൻ ജയം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും ഇടത്തും വലതും അപ്പുറത്തും ഇപ്പുറത്തുണ്ടെങ്കിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ഞാൻ ആ വിജയം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 4-ാം തീയതി മത്സരത്തിന്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഓൾറെഡി ഞാൻ വിജയിച്ച ആ ഒരു മനസ്സിൽ നിറയെ അതാണ് ആ ഫീലിംഗ്. വിജയിച്ചു തന്നെയാണ്. അതൊരു കളറ് പരിപാടി ആയിരിക്കും. എന്നെ ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.